CPM നേതാവായ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ പിഞ്ചു ബാലികയ്ക്ക് പീഡനം. ബംഗാളിൽ നിന്നും കരാർ പണിക്കെത്തിയ ആളുടെ മകളായ 4 വയസ്സുകാരിയായ തിരുവനന്തപുരം സ്വദേശിയാണ് പീഡിപ്പിച്ചത്. 15 ദിവസം മുമ്പ് നടന്ന സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് വീട്ടുടമസ്ഥനായ പഞ്ചായത്ത് അംഗം സലീം. കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ മോശമായി സ്പർശിക്കുകയും കടന്നു പിടിക്കുകയും ചെയ്തെന്ന് അമ്മ പറഞ്ഞു. വസ്ത്രങ്ങൾ മുഴുവൻ ഊരി മാറ്റിയ ശേഷമായിരുന്നു ക്രൂരകൃത്യം. സംഭവം പുറത്തു പറയാതിരിക്കാൻ CPM പഞ്ചായത്ത് അംഗം സലീം 2000 രൂപ വാഗ്ദാനം ചെയ്തെന്നും കുട്ടിയുടെ അമ്മ ജനം ടിവിയോട് പറഞ്ഞു. मेरा लड़की उसके रूम में गया है. मेरा लड़की कपड़ा खुल के ऐसे 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 करके मेरे का बोल के माँ ऐसा करती है. फिर मैं बोलेगा तो लड़की तुम्हारा क्या करेगा. फिर लड़की बोलेगा कपड़ा सब खुल के सब निकल के. तो मैं बोलेगा तो हॉस्पिटल में गया है तो मैं हस्बैंड उधर आएगा. 15 दिन बाद में मेरा हस्बैंड उधर आएगा. हस्बैंड ने बोलेगा और रूम मालिक बोलेगा जैन भैया मेरा लड़की ऐसा हुआ है मैं क्या करेगा. तो रूम मालिक बोलेगा ठीक है मेरा विचार करेगा तुम्हें कुछ नहीं करेगा मैं विचार करेगा. दो रूम मालिक बोलेगा मैं विचार करेगा. तो मैं तो ऐसा हुआ है मैं तो हॉस्पिटल में गया है. मेरा लड़की आएगा मैं तो कल आएगा हॉस्पिटल में. तो मैं बोलेगा मेरा लड़की ऐसा हुआ है. കുട്ടിയുടെ മൊഴി എടുക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പോലീസിന്റെയും ചൈൽഡ് ലൈനിന്റെയും നേതൃത്വത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കുട്ടിയുടെ ഒരു വീഡിയോ, തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കുട്ടി പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്കെതിരെ, സലീമിനെതിരെ കേസെടുക്കും എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ഇയാൾക്കെതിരെ കേസെടുക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. യഥാർത്ഥ പ്രതിയായ ഈ പീഡനക്കേസിലെ യഥാർത്ഥ പ്രതിയായ വ്യക്തി ഇപ്പോൾ ഒളിവിലാണ്. അയാൾ കന്യാകുമാരിക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ കന്യാകുമാരി സ്വദേശിയാണ്. ഇയാളെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. 15 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. 15 ദിവസമായി ഈ വിഷയം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. 2000 രൂപയാണ് ഈ പ്രശ്നം പുറത്തു പറയാതിരിക്കാൻ ബംഗാൾ സ്വദേശിനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇവരുടെ മാതാവ് അല്പസമയം മുമ്പ് ജനം ടിവിയോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു 2000 രൂപ നൽകിയാണ് ഈ പ്രശ്നം പുറത്തു പറയരുത് എന്ന് തങ്ങളോട് സലീം ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ മാർച്ച് നടന്നു. മറ്റ് മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിലും ഇവിടേക്ക് പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. അല്പസമയം മുമ്പ് CPMന്റെ നേതൃത്വത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇവിടേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർക്ക് പീഡന കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് മെമ്പർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് CPMന്റെ പ്രാദേശിക നേതൃത്വം ഇപ്പോഴിവിടേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് മെമ്പറെ BJPയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് നമ്മൾ കേട്ട ആ വാക്കുകൾ ഈ പെൺകുട്ടിയുടെ അമ്മയുടേതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് തന്റെ കുഞ്ഞിനോട് ചെയ്ത ഒരു പാതകം. 4 വയസ്സുള്ള കുട്ടിയെ ക്രൂരമായ രീതിയിലാണ് ഉപദ്രവിച്ചത്. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചും മറ്റ് നിരവധിയായ കാര്യങ്ങൾ കുട്ടിയുടെ ശരീരത്തിൽ ചെയ്തു. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടിക്ക് ഇത് പീഡനം ഏറ്റതായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന തുടരുക തന്നെയാണ്. കുട്ടിയിൽ നിന്നും മൊഴി എടുക്കുകയാണ്. അതിനുശേഷം മാത്രമേ കേസെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയുള്ളൂ. ലഭ്യമായ മറ്റൊരു കാര്യം, പോലീസ് ഇപ്പോൾ CPMന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് ആരോപണ വിധേയനായ പഞ്ചായത്ത് മെമ്പർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരു പ്രകടനം നടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് ഇതുവരെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം അത് ഇവിടേക്ക് എത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്.